ദി ഹങ്കർ ട്രാവലറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബീഫിൻ്റെ ലിവർ കൊണ്ടുള്ള ഒരു പെരട്ടാണ്, അതും ഡ്രൈ ഫ്രൈ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പലർക്കും ബീഫ് ലിവർ ഇഷ്ടമില്ലാത്തതിൻ്റെ കാരണം അത് വെക്കുമ്പോൾ ടേസ്റ്റ് ഇല്ലാത്തതാണ്. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ലിവർ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ 1/2 കിലോ ലിവർ ഇവിടെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇളം മൂരിയുടെ ലിവറാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഉരുളി വെച്ചിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 5-6 വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിക്കണം. ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരണം. എല്ലാം നമ്മൾ ചതച്ചിട്ടാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ബ്രൗൺ കളർ ആവണ്ട, അതിന് മുമ്പ് തന്നെ നമുക്ക് ബാക്കിയുള്ളത് ആഡ് ചെയ്യണം. ഇനി അതിലേക്ക് 5-6 പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. പച്ചമുളക് ചതച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി അതിലേക്ക് 8 ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരു സബോള ചെറുതായി കട്ട് ചെയ്തതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉള്ളിയും സബോളയും ചേർക്കുന്നത് നമ്മളുടെ ബീഫ് ലിവറിൽ ഈ മസാലയൊക്കെ ഒന്ന് പൊതിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഉള്ളി ചേർക്കാൻ പറ്റുമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം സബോളയ്ക്ക് പകരം. നന്നായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 വലിയ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 2 വലിയ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്കത് വഴറ്റിയെടുക്കണം. നോൺ വെജ് ഐറ്റങ്ങളിൽ തന്നെ ലിവർ തന്നെയാണ് ഏറ്റവും മികച്ച ഒരു ഭക്ഷണം എന്ന് പറയുന്നത്. പ്രോട്ടീനുകൾ, വൈറ്റമിൻ എ, ഫോളിക് ആസിഡ് എന്നിവയെല്ലാം ഇതിൽ ധാരാളമുണ്ട്. മസാലപ്പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ തക്കാളി, 1/2 കിലോ ലിവറിന് ഒരു ചെറിയ തക്കാളി വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് അലിഞ്ഞു വരണം. അതിനുശേഷം നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ബീഫ് ലിവർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ലിവറിനകത്ത് വൈറ്റമിൻ B12, മിനറലുകൾ ആയ ക്രോമിയം, കോപ്പർ, സിങ്ക് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ഹൃദയാരോഗ്യത്തിനും ഹീമോഗ്ലോബിൻ തോത് വർദ്ധിപ്പിക്കുന്നതിനും വളരെ പ്രധാനമാണിത്. ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണെങ്കിൽ നമ്മൾ ഈ ബീഫ് ലിവർ വെച്ച് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. രക്തം വർദ്ധിപ്പിക്കുന്നതിനും, അതായത് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുന്നതിന് ബീഫ് ലിവർ വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. നമ്മൾ ഇത് വേവാനായിട്ട് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ലിവർ ഇളമൂരിയുടെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഇതിൽ നിന്ന് തന്നെ ഊറി വരുന്ന വെള്ളത്തിൽ വേണം ഇത് വെന്ത് കിട്ടാനായിട്ട്. ഉരുളിയിലായതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. ഈ ലിവറിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് വേണം ഇത് നന്നായിട്ട് വേവാനായിട്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് വേവുന്നത് വരെ ഇതേ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുക. ലിവർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് വെച്ചിട്ട് അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെക്കേണ്ട. ഇതിനി നല്ലോണം ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഇനി നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള 2 ടീസ്പൂൺ പൊടിച്ച കുരുമുളക് പൊടി, ഇതാണ് ഇതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ ചേർക്കുന്നത്. ഇതാണ് ഏറ്റവും ടേസ്റ്റ് ലിവറിന് കൊടുക്കുന്നതും. ഇത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഒരു ബ്ലാക്ക് കളർ ആവുന്നത് വരെയെങ്കിലും വഴറ്റിയെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ ലിവർ കഴിക്കുന്ന ബെനിഫിറ്റ്സിൽ ഒന്നുകൂടെ ആഡ് ചെയ്യാണ്. നമ്മൾ കാഴ്ചശക്തി കുറവുള്ളവർക്ക് ലിവർ കഴിക്കുന്നത് നല്ലതാണ്. അതായത് നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ പോകുന്ന ചില വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളുടെ കാഴ്ചശക്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിളർച്ച ഉള്ളവർക്ക് അത് B12 അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് ഇത് അനീമിയ പ്രതിരോധിക്കുന്നത്. അതുമാത്രമല്ല നമ്മളുടെ ലിവർ സംരക്ഷിക്കാനായിട്ട് ഈ ലിവർ കഴിക്കുന്നത് നല്ലതാണ്. അതായത് നമ്മുടെ കരളിനെ സംരക്ഷിക്കുന്നത് ഈ ബീഫിൻ്റെ ലിവറിന് ഒരു കഴിവുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് പ്രതിരോധശേഷി കൂട്ടുന്നതാണ്.
അപ്പോൾ ഇതാ നമ്മുടെ ലിവർ ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.